ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ 9 മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സുണ്ട്. സ്ട്രെസ്സിൻ്റെ 4 ഫേസസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നതെന്ന് മനസ്സിലാവും. സാധാരണ നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാം, പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെൽക്കം ബാക്ക് ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ, സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ കാണുക, കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4 ഫേസസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സ് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. നമ്മൾ വിചാരിക്കും എനിക്ക് പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടായി, ഞാൻ ജോലി സ്ഥലത്ത് കയറിയപ്പോൾ സ്ട്രെസ് ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ട്രെസ് ഉണ്ടായി, കുട്ടികളുണ്ടായതിന് ശേഷം സ്ട്രെസ് ഉണ്ടായി എന്ന് പെട്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും സ്ട്രെസ് അങ്ങനെ ആയിരിക്കത്തില്ല. സ്ട്രെസ്സിന് പ്രധാനമായിട്ടും പല സ്റ്റേജസ് ഉണ്ട്. അതിൽ 4 ഫേസസ് ഓഫ് സ്ട്രെസ് എന്ന് പറയും. ഇത് ഞാൻ ഒരു എക്സാമ്പിളുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ 4 ഫേസുകൾ പറഞ്ഞതിന് ശേഷം എക്സാമ്പിളിലേക്ക് പോകാം. ഫസ്റ്റ് ഈസ് ബിഫോർ എക്സ്പോഷർ എന്ന് പറയും. രണ്ടാമത്തേത് ക്രിട്ടിക്കൽ എപ്പിസോഡ്, അതായത് ഒരു എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. മൂന്നാമത്തേത് ഡ്യൂറിങ് എക്സ്പോഷർ, അതായത് ആ സ്ട്രെസ്സ് വരുമ്പോൾ അതിൻ്റെ എക്സ്പോഷർ എങ്ങനെയായിരിക്കും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ എക്സ്പോഷർ, ആ പ്രശ്നം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റേജസ് എന്തായിരിക്കും. അപ്പോൾ ഇതാണ് സ്ട്രെസ് ഉണ്ടാകുന്ന 4 ഫേസസ്. സാധാരണ നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാം, പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ലേബർ സ്ട്രെസ്, ലേബർ ഇൻഡ്യൂസ്ഡ്, അതായത് പ്രസവത്തിനോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതലും സ്ട്രെസ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക്. അതിന് ഈ പറയുന്ന 4 സ്റ്റേജസ് എന്താണെന്ന് പറയാം. ബിഫോർ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസവത്തിന് മുമ്പ്, അതായത് ഡെലിവറിക്ക് മുമ്പൊക്കെ കുഞ്ഞുണ്ടാകണമോ എന്നുള്ള ആഗ്രഹവും ഒരു പേടിയും ടെൻഷനും മറ്റുള്ളവരുടെ ഒരു സജഷൻസും. അപ്പോൾ ആൾക്കാർ തുരിതര ചോദിക്കാൻ തുടങ്ങും, ഇത്ര നാളായില്ലേ കുഞ്ഞുങ്ങളുണ്ടായിട്ട്, ആയില്ലേ എന്നൊക്കെ സംശയങ്ങളും പല പല രീതിയിൽ നമ്മൾ കുത്തി നോവിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ബിഫോർ എക്സ്പോഷർ, നമ്മുടെ സ്ട്രെസ്സിന് മുമ്പുണ്ടാകുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയും. രണ്ടാമത്തത് നമുക്ക് ഡ്യൂറിങ് എക്സ്പോഷർ എന്ന് പറയും. ഡ്യൂറിങ് എക്സ്പോഷർ എന്ന് പറയുമ്പോഴേക്കും സ്ട്രെസ്സിൻ്റെ സമയം, ഉദാഹരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ 9 മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സുണ്ട്. അപ്പോൾ വീട്ടിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഛർദി ഉണ്ടാകാം, ചിലർക്ക് ഭയങ്കരമായ ബാക്ക് പെയിൻ ഉണ്ടാകാം, ചില ആളുകൾക്ക് ഈ സ്പോട്ട് ബ്ലീഡിംഗ് ഒക്കെ വരാം. അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായൊരു ടെൻഷൻ കയറും, എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഒരു പേടിയും ഒരു ടെൻഷനും നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് ഡ്യൂറിങ് എക്സ്പോഷർ എന്ന് പറയുന്ന സംഭവം. ഇനി മൂന്നാമത്തെ അവസ്ഥ നമ്മൾ ക്രിട്ടിക്കൽ എപ്പിസോഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്രിട്ടിക്കൽ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഡെലിവറി ടൈം, അതിനകത്ത് കോൺട്രാക്ഷൻസ് ഉണ്ടാകാം. അപ്പോൾ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പെയിൻ, അപ്പോൾ കോൺട്രാക്ഷൻ നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ 5 ഇഞ്ച് 6 ഇഞ്ച് എന്നൊക്കെ നമ്മൾ പല ഇത് പറയാറുണ്ടല്ലോ, സെൻറ്റിമീറ്റേഴ്സൊക്കെ നടക്കാം. അപ്പോൾ അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാകാം. പിന്നെ പ്രൊസീജിയർ നടത്തുവർ, അപ്പോൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, അവിടുത്തെ നേഴ്സുമാരുടെ സംസാരം എല്ലാം കേൾക്കാം. ഇതൊക്കെ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഇതാണ് ക്രിട്ടിക്കൽ എപ്പിസോഡ്, അത് എപ്പിസോഡ് നടക്കുന്ന സംഭവം. നാലാമത്തേത് പോസ്റ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ ആഫ്റ്റർ എക്സ്പോഷർ എന്ന് പറയും. അപ്പോൾ അവിടെ വരുമ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സിസ്റ്റർമാരുടെ സംസാരം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അവർ സംസാരിക്കും. നേഴ്സുമാരുണ്ടാകും, ഡോക്ടേഴ്സ് ഉണ്ടാകും. അവരുടെ സംസാരവും പേടിയും ഒരു ആങ്ഷ്യസ്നെസ്സും, ഇത് ഇവർ ലീഡ് ചെയ്യുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമുള്ള ആങ്സൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ വരാം. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ വരെ കൊണ്ടുവെത്താം. ഇതാണ് ഇതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ 4 ഫേസസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ സ്ട്രെസ്സ് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നത് സ്ട്രെസ്സിൻ്റെ പല സ്റ്റേജസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് തരും. എങ്ങനെയാണ് സ്ട്രെസ്സ് മാനേജ് ചെയ്യുക, ഓരോ ടൈപ്പ് ഓഫ് സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ ഏത് രീതിയിൽ അതിനെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസായിട്ട് കമൻറ്റ്സ് ചെയ്യാം. അപ്പോൾ അതിൽ വിശദമായിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ടാവും. സോ ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ്. താങ്ക് യു.